ഹായ് കൂട്ടുകാരെ, രാവിലെ എഴുന്നേറ്റ് ഒറ്റയ്ക്കൊരു കപ്പ് ചായ അങ്ങോട്ട് മോന്തി കുടിച്ച് കഴിഞ്ഞിട്ട് നല്ല അപ്പം ബീഫ് കറിയും ചിക്കനും കപ്പക്കറിയും എല്ലാം കപ്പക്കറിയല്ല കപ്പയും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ടാണ് പോണത്. രാവിലെ തന്നെ വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്കുള്ള ചോറും കൊണ്ടുപോകണം. അപ്പോൾ ആ ചോറ്റും പാത്രത്തിൽ ബീഫ് കറിയും അച്ചാറും ചമ്മന്തിപ്പൊടിയും, വേറെ ലാവിഷായിട്ടൊന്നും ഞാൻ ഇടാറില്ല. ഒരു തോരൻ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാറ് സാധാരണ. അത് ഉച്ചയ്ക്കിരുന്ന് നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നല്ല മഴയാണ്, പെരും മഴയാണ് പുറത്ത്. അതെല്ലാം നല്ല ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കണം. ഭക്ഷണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം, എന്നാൽ അതിൻ്റെ ഒരു സംതൃപ്തി കിട്ടുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ്, ആസ്വദിച്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ കടയിൽ ചെന്നിട്ടൊരു മിഠായി മേടിക്കാൻ പോയപ്പോൾ ആ ചേട്ടൻ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലെയായി. അപ്പോൾ ആ ചേട്ടൻ കുപ്പിയപ്പാടി തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കുപ്പി കിട്ടിയപ്പോൾ അപ്പുറത്തെ പാത്രത്തിൻ്റെ അകത്തും അവസാനമായിട്ട് 2 ബിസ്ക്കറ്റ് ഇരിക്കുന്നു. ആ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയും തരാമെന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞല്ല, ഞാൻ ചോദിച്ചു മേടിച്ചു. അങ്ങനെ അതും തിന്നു. അപ്പോൾ ഇതിനകത്ത് ബിസ്ക്കറ്റ് ഞാൻ ഇന്നേ വരെ തിന്നിട്ടില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ നോട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണത്. പക്ഷേ മേടിക്കാൻ ഇപ്പോഴാണ് സമയമായത്. പക്ഷേ ഇതങ്ങോട്ട് തിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് അത്ര വലിയ സുഖകരമായിട്ട് തോന്നിയില്ല കേട്ടോ. വലിയ മെച്ചം എനിക്ക് തോന്നിയില്ല, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് സ്ട്രോബെറിയുടെയാണിത്. അപ്പോൾ അതാണ് ഞാൻ മണത്ത് നോക്കിയത്. എനിക്ക് സ്ട്രോബെറി സ്വതവേ ഇഷ്ടമല്ല, പക്ഷേ ഈ മിഠായി നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെന്താ പേരൊന്നും പറയാമെന്നറിയില്ല. ഈ ചേച്ചി വന്നപ്പോൾ എനിക്കിതേ കുഴപ്പം കൊണ്ട് തന്നു. ഞാനിങ്ങനെ ഇവിടെ ഈ മില്ലിലിരിക്കുമ്പോൾ എനിക്ക് ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും തിന്നാൻ കേട്ടോ. എന്താണെന്നറിയില്ല, അവരെന്ത് സാധനം ഉണ്ടെങ്കിലും എനിക്ക് തരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് ചായയും കപ്പയും ബീഫും പുഴുങ്ങിയതും. അപ്പോൾ അതും ഈ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തുള്ളൂ, വയറില്ലാന്ന് ഏതോ നമുക്ക് തിന്നാൻ. അപ്പോൾ ഉള്ളതുപോലെ വളരെ വൃത്തിയായിട്ട് ഞാൻ തിന്ന് തീർക്കും. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു കിണറൊഴിച്ച് അതിനകത്തേക്ക് കപ്പങ്ങ ചാറുകറി, ബീറ്റ്റൂട്ട്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി, പപ്പടം, ഇതെല്ലാം കൂട്ടി മൊത്തം സമയം ഇറച്ചി മാത്രം തള്ളി കൊടുക്കാണ്ട് കുറച്ച് പച്ചക്കറിയും കൂടി തായോന്ന് എൻ്റെ ആമാശയം പറഞ്ഞു. അപ്പോൾ ഓക്കെ, ടാറ്റാ.